തൊഴിലാളി സംഘടനകൾക്ക് ചരിത്രത്തിൽ പല നിർവചനങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. അവരിൽ സിഡ്നി ആൻഡ് ബിയാട്രിസ് വെബ് പറഞ്ഞ വാചകങ്ങൾ വളരെ പ്രശസ്തമാണ്. അവർ പറഞ്ഞത് തൊഴിൽ മേഖലയിലെ സുതാര്യത നിലനിർത്താനും മെച്ചപ്പെടുത്താനുമുള്ള തൊഴിലാളികളുടെ കൂട്ടായ്മ എന്നാണ്. അവരുടെ വാചകങ്ങളോട് 100% നീതി പുലർത്തുന്ന രീതിയിലാണ് ഒട്ടുമിക്ക സംഘടനകളും പ്രവർത്തിക്കുന്നത്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഉൽപ്പന്നമാണ് തൊഴിലാളി സംഘടനകൾ. ഇംഗ്ലണ്ടിലും യൂറോപ്യൻ രാജ്യങ്ങളിലും തൊഴിലാളി പ്രസ്ഥാനം രൂപം കൊണ്ടപ്പോൾ അവ ക്രിമിനൽ സംഘടനകളായാണ് ആദ്യം ഭരണവർഗത്താൽ മുദ്രകുത്തപ്പെട്ടത്. നിയമവിരുദ്ധമായി കരുതപ്പെട്ടിരുന്ന അവയുടെ പ്രവർത്തനം ഗവൺമെന്റോ വ്യവസായ മുതലാളിമാരോ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ നിയമവിരുദ്ധമായി കരുതപ്പെട്ടിരുന്ന സംഘടനകളുടെ വികാസ പരിണാമം പല രാജ്യങ്ങളിലും പല രീതിയിലായിരുന്നു. 1881 ഫാക്ടറി ആക്ട് നമ്മുടെ രാജ്യത്ത് വരാൻ കാരണം അന്ന് തൊഴിലാളികൾ അനുഭവിച്ച പീഡനങ്ങൾക്കും അവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച സായിപ്പിന്റെ മേൽക്കോയ്മയെ ചോദ്യം ചെയ്യാനും കൂടെയാണ്. ഇതുപോലെ പല നിയമങ്ങളും ആ സമയത്തുണ്ടായിരുന്നു. അതിൻ്റെ അലയടികൾ രാജ്യമാകെ ഉണ്ടായതിൻ്റെ ഭാഗമായി തൊഴിൽ നിയമം നിലവിൽ വന്നു. ട്രേഡ് യൂണിയൻ ആക്ട് 1926 നടപ്പിലാവും മുന്നേ ബാങ്കിംഗ് രംഗത്ത് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ തൊഴിലാളി സംഘടനയുടെ പിറവിക്ക് തുടക്കം കുറിച്ചിരുന്നു. 1920 ജൂലൈ 9 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ സ്റ്റാഫ് അസോസിയേഷൻ രൂപപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ തദ്ദേശീയരായ ബാങ്ക് ഉദ്യോഗസ്ഥരോട് വിവേചനപരമായാണ് ബാങ്ക് മാനേജ്മെന്റ് പെരുമാറിയിരുന്നത്. സായിപ്പിന് ഉയർന്ന വേതനവും ഇന്ത്യക്കാർക്ക് തുച്ഛമായ വേതനവും എന്നത് തന്നെ അതിനൊരു മകുടോദാഹരണമാണ്. ശാരീരികവും മാനസികവുമായി തകർന്ന അവർ വല്ലാതെ ക്രൂശിക്കപ്പെട്ടിരുന്നു. നിശ്ചിതമല്ലാത്ത തൊഴിൽ സമയം, അമിതമായ തൊഴിൽ ഭാരം, തുച്ഛമായ വേതനം, ഇതൊക്കെയാവാം സംഘടനാ രൂപീകരണത്തിലേക്ക് അവരെ നയിച്ചത്. പിന്നീടുള്ള വർഷങ്ങളിൽ ബാങ്കിന്റെ ബോംബെ സർക്കിളിന് കീഴിൽ ബോംബെ, പൂനെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സംഘടന രൂപപ്പെട്ടു. 1932 മെയ് 24 ട്രേഡ് യൂണിയൻ ആക്ട് 1926 പ്രകാരം സംഘടന രജിസ്റ്റർ ചെയ്തു. സംഘടനയുടെ വരവിലും അതിൻ്റെ വളർച്ചയിലും മാനേജ്മെന്റ് തലത്തിൽ മുറുമുറുപ്പും വിദ്വേഷവും കൂടിക്കൊണ്ടേയിരുന്നു. കർശന നിലപാടുകളിലൂടെ അവർ സംഘടന വളരുന്നതിനെ ശക്തമായി എതിർത്തു. 1930കളിൽ ഇംപീരിയൽ ബാങ്ക് ജീവനക്കാർ നേരിടുന്ന ചൂഷണം ഒരിടത്തും ചർച്ച ചെയ്തിരുന്നില്ല. എന്നാൽ സഖാവ് അജിത് സെന്നിന്റെ പരിശ്രമങ്ങളുടെ ഭാഗമായി നിയമനിർമ്മാണ സഭകളിൽ തൊഴിലാളികളുടെ ദയനീയമായ അവസ്ഥ ആദ്യമായി സംവാദങ്ങൾക്ക് വിഷയമായി. ജീവനക്കാരുടെ ബുള്ളറ്റിനിൽ അദ്ദേഹം അന്ന് എഴുതി, കൽക്കട്ടയിലെ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഫീസർമാരായി ലണ്ടനിലെ കൂലികൾ. ഇത് ബാങ്ക് മാനേജ്മെന്റിനെ നന്നേ ചൊടിപ്പിച്ചു. ഇതിനെ തുടർന്ന് മാനേജ്മെന്റിന് അദ്ദേഹത്തോട് പ്രതികാരമായി. ബാങ്കിന്റെ സേവനമോ അസോസിയേഷന്റെ സേവനമോ തിരഞ്ഞെടുക്കാൻ സഖാവ് സെന്നിനോട് അവർ ആവശ്യപ്പെട്ടു. സഖാവ് സെന്നിന്റെ തീവ്ര നിലപാടുകളും പ്രവർത്തനങ്ങളും കാരണം ഇംപീരിയൽ ബാങ്കിന്റെ മാനേജിംഗ് ഗവർണർ സർ കെന്നത്ത് മാക് ഡൊണാൾഡ് അദ്ദേഹത്തെ അജിറ്റേറ്റർ സെൻ എന്ന് വിളിച്ചു. ജീവനക്കാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സഖാവ് അജിത് സെൻ മാനേജ്മെന്റ് മുന്നോട്ട് വെച്ച രണ്ടാമത്തെ നിർദ്ദേശം സ്വീകരിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. ബാങ്കിൽ നിന്ന് പുറത്തായെങ്കിലും അദ്ദേഹം തന്റെ പോരാട്ടം തുടർന്നു. ബാങ്ക് വർക്കർ എന്ന മാസികയിൽ ബാങ്കിലെ അഴിമതിയുടെ നിരവധി സംഭവങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നു. അതിന്റെ പകർപ്പുകൾ രാജ്യത്ത് മാത്രമല്ല രാജ്യത്തിന് പുറത്തും പ്രത്യേകിച്ച് ലണ്ടനിൽ അത് വിതരണം ചെയ്യപ്പെട്ടു. അതിനെ തുടർന്ന് സ്റ്റാഫ് അസോസിയേഷനുമായി സന്ധി സംഭാഷണം നടത്താൻ ബാങ്ക് മാനേജ്മെന്റ് നിർബന്ധിതരാവുകയും കൂടാതെ അസോസിയേഷനെ അംഗീകരിക്കാൻ സമ്മതം നൽകുകയും ചെയ്തു. പക്ഷേ അതോടൊപ്പം മറ്റൊരു നിബന്ധന കൂടി ബാങ്ക് മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചു. എന്തെന്നാൽ സഖാവ് അജിത് സെൻ അസോസിയേഷനുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കണം. അപ്പോഴും അംഗങ്ങളുടെ ക്ഷേമങ്ങൾക്ക് മുൻഗണന നൽകിയ സഖാവ് അജിത് സെൻ അസോസിയേഷനിൽ നിന്നും പുറത്തുപോയി. മാനേജ്മെന്റിന്റെ മർക്കടമുഷ്ടിയെ വരച്ചുകാട്ടാൻ ഇതിലും വലിയ ഉദാഹരണം നമ്മുടെ മുന്നിൽ വേറെയില്ല. ആ സമയങ്ങളിൽ ബാങ്കിലെ ക്ലറിക്കൽ തസ്തികയിലുള്ളവർക്ക് ചൂഷണത്തിന്റെ നാളുകളായിരുന്നു. തൊഴിൽ സമയം ക്ലിപ്തപ്പെടുത്തിയിട്ടില്ലായിരുന്നതിനാൽ ചിലപ്പോൾ 12 മുതൽ 14 മണിക്കൂർ വരെ നീണ്ടുപോയിരുന്നു. എന്നാൽ വളരെ തുച്ഛമായ വേതനം മാത്രം ലഭിച്ച അവർക്ക് അധിക ജോലിയുടെ ഒരു ആനുകൂല്യവും ലഭിച്ചിരുന്നില്ല. ജയിലിൽ കല്ലുടയ്ക്കുന്നവർക്കും ദിവസക്കൂലി ചെയ്യുന്നവർക്കും കിട്ടുന്ന നീതിയോ അവകാശമോ പോലും അവർക്ക് കിട്ടിയിരുന്നില്ല. യജമാനന്റെ ക്രൂര വിനോദങ്ങൾക്ക് ബലിയാടാകുന്ന വേട്ടമൃഗങ്ങളുടെ അവസ്ഥയിലൂടെ അവർ ഓരോ ദിവസവും തള്ളി നീക്കി. 1940 രണ്ടാം ലോകമഹായുദ്ധം എല്ലാ രാജ്യങ്ങളെയും പിടിച്ചുലച്ചപ്പോൾ സ്വാഭാവികമായും അത് സംഘടനകളെയും ബാധിച്ചു. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തുന്ന ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾസ് DIR 1944 ഗവൺമെന്റ് നടപ്പിലാക്കി. ഒന്നിനും ഒരു വ്യക്തതയില്ലാതെ പോയിരുന്ന ഈ കാലഘട്ടം ഇയർ ഓഫ് ഡാർക്ക്നെസ് എന്ന് പിന്നീട് അറിയപ്പെട്ടു. എസൻഷ്യൽ സർവീസസ് ഓർഡിനൻസിന്റെ വരവോടെ ദൈനംദിന ചെലവ് 246% വരെ രേഖപ്പെടുത്തിയപ്പോൾ വളരെ തുച്ഛമായ വേതനമാണ് എല്ലാവർക്കും ലഭിച്ചത്. 1945 ഫെബ്രുവരിയിൽ ദുരിതത്തിലായിരുന്ന തൊഴിലാളികളുടെ അവസ്ഥ മനസ്സിലാക്കിയ സംഘടന 40% ശമ്പള വർധന ആവശ്യപ്പെട്ടു.
സർ ഡിൻ ഷോ എഡ്ലുഡ്ജെ വാച്ച, സർ JRD ടാറ്റയെ പോലുള്ള ഇംപീരിയൽ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിൽ ഉള്ളവർ അനുകൂലിച്ചിരുന്നുവെങ്കിലും ബാങ്ക് മാനേജ്മെന്റ് ഇതിനോട് മുഖംതിരിച്ചു. 1946 ജൂലൈ 1 മുതൽ വെറും 20% വർധന എന്ന വാഗ്ദാനം നൽകി. അതിനെ തുടർന്ന് 1946 ഓഗസ്റ്റ് 1 ഒരു തുറന്ന സമരത്തിന് സംഘടന ആഹ്വാനം ചെയ്തു. ബാങ്കിംഗ് തൊഴിലാളി സംഘടനയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ വർഷമായിരുന്നു അത്. കാട്ടുതീ പോലെ കത്തിപ്പടർന്ന ആ സമരം കാശ്മീർ മുതൽ ഇപ്പോൾ ബംഗ്ലാദേശിൽപ്പെടുന്ന ചിറ്റാഗോങ് വരെയുള്ള ബാങ്കിംഗ് മേഖലയെ സ്തംഭിപ്പിച്ചു. സംഘടനാബോധം വാനോളം വളർന്ന തൊഴിലാളികൾ ഒറ്റക്കെട്ടായി പൊരുതി. 46 ദിവസം നീണ്ടുനിന്ന സമരം സെപ്റ്റംബർ 15 അവസാനിപ്പിച്ചു. പുതിയ ഒരു ചരിത്രപ്പിറവിക്ക് തുടക്കം കുറിക്കാനുള്ള സമയമായി തുടങ്ങിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളായി ബാങ്ക് ജീവനക്കാർ മാറേണ്ടതില്ല എന്ന പുതു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ തലങ്ങളിലെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് അനുവർത്തിക്കാൻ ഒരു കേന്ദ്ര സംഘടനയുടെ ഉദയമായിരുന്നു അത്. 1947 ഒക്ടോബർ 23 മദ്രാസ് സെന്റ് മേരീസ് ഹാളിൽ വെച്ച് ഓൾ ഇന്ത്യ കോൺഫറൻസ് ഓഫ് ഇംപീരിയൽ ബാങ്ക് എംപ്ലോയീസിന്റെ ആദ്യ സമ്മേളനം നടന്നു. ആ വേദിയിൽ വെച്ച് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ സ്റ്റാഫ് ഫെഡറേഷൻ പിറവികൊണ്ടു. ആദ്യ പ്രസിഡന്റായി കോമ്രേഡ് സൗമേന്ദ്രനാഥ് ടാഗോറും ആദ്യ സെക്രട്ടറിയായി കോമ്രേഡ് ജ്യോതി ഘോസും സ്ഥാനമേറ്റു. സ്റ്റേറ്റ് ബാങ്ക് ആക്ട് നിലവിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ 1955 മെയ് 14 ഗസറ്റിൽ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് ഫെഡറേഷൻ ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് ഫെഡറേഷനായി പുനഃനാമകരണം ചെയ്തു. കുറഞ്ഞ വേതന നിരക്കും അമിത ചൂഷണവും വൻ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയതിനെ തുടർന്ന് സ്റ്റേറ്റ് ബാങ്ക് ഫെഡറേഷൻ 1955 ഡിസംബർ 28 രാജ്യമൊട്ടാകെ ഒരു ദിന സമരത്തിന് ആഹ്വാനം ചെയ്തു. എന്നാൽ അതിൽ ചൊടിച്ച മാനേജ്മെന്റ് അതിന്റെ പ്രത്യാഘാതം എന്നോണം അന്നത്തെ ഫെഡറേഷൻ സെക്രട്ടറിയായിരുന്ന കോമ്രേഡ് മോഹൻലാൽ മജുംദാറിനെയും മറ്റു സംഘടനാ നേതാക്കളെയും പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും തോറ്റുകൊടുക്കാനോ തലകുനിക്കാനോ സംഘടനയും തയ്യാറല്ലായിരുന്നു. 1956 ജനുവരി 6-നും 7-നും ശക്തമായ സമരം ചെയ്തുകൊണ്ടാണ് സംഘടന അന്നതിന് മറുപടി കൊടുത്തത്. ബാങ്കിംഗ് മേഖലയിലെ തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി രൂപീകരിച്ച സമിതികളുടെ നിർദ്ദേശങ്ങൾ അതിന്റെ പൂർണ്ണമായ അന്തസത്തയോടെ നടപ്പിലാക്കുന്നതിലുണ്ടായ കാലതാമസം പ്രശ്നപരിഹാരങ്ങൾ ഉഭയകക്ഷി ചർച്ചകളിലൂടെ ബാങ്ക് തല കരാറുകളിലേക്ക് എത്തുന്നതിന് സ്റ്റേറ്റ് ബാങ്ക് ജീവനക്കാരെ പ്രേരിപ്പിച്ചു. അതനുസരിച്ച് 1959 ശാസ്ത്രീയ അവാർഡ് കാലഹരണപ്പെടുന്നതിന് വളരെ മുമ്പ് തന്നെ ചർച്ചകൾക്കും നേരത്തെയുള്ള ഒത്തുതീർപ്പിനുമായി ഫെഡറേഷൻ ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് ബാങ്ക് ചെയർമാന്റെ മുന്നിൽ സമർപ്പിച്ചു. അന്നത്തെ ചെയർമാൻ ശ്രീ PC ഭട്ടാചാര്യ പ്രാരംഭഘട്ടത്തിൽ തൊഴിലാളികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ അനുകൂലമായി പ്രതികരിച്ചിരുന്നെങ്കിലും പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയും അംഗീകാരവുമില്ലാതെ തൊഴിലാളികളുടെ ആവശ്യം നടത്താൻ സാധിക്കില്ല എന്നറിയിച്ചു പിന്നോട്ടു പോയി. ചാർട്ടർ ഓഫ് ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ വേണ്ട എന്ന് ചെയർമാൻ പ്രഖ്യാപിച്ചു. മേൽപ്പറഞ്ഞ ആവശ്യങ്ങൾ നിരസിക്കുകയും അതോടൊപ്പം ബാങ്ക് നിർദ്ദേശിച്ച ചാർട്ടർ ഓഫ് ഡിമാൻഡ് പിൻവലിക്കുകയും ചെയ്തതിനെ തുടർന്ന് 1960 ജനുവരിയിൽ ബോംബെയിൽ നടന്ന ഫെഡറേഷന്റെ പ്രത്യേക ജനറൽ കൗൺസിലിൽ എടുത്ത തീരുമാനത്തിനനുസൃതമായി ഫെഡറേഷൻ മറ്റു മാർഗങ്ങളില്ലാതെ സമരത്തിന് ആഹ്വാനം നൽകി. സഖാവ് മോഹൻലാൽ മജുംദാർ ചർച്ച പരാജയപ്പെട്ടതായി ജീവനക്കാരെ അറിയിച്ചു. 1960 മാർച്ച് 4 മുതൽ രാജ്യവ്യാപകമായി പണിമുടക്ക് ആചരിക്കുന്നതിനുള്ള സന്ദേശം ടെലിഫോൺ വഴി വിവിധ ശാഖകളെ അറിയിച്ചു. ന്യായമായ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുന്നതിൽ മാനേജ്മെന്റിന്റെ പിടിവാശിയും സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയവുമാണ് ഫെഡറേഷനെ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചത്. സമരം പിൻവലിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് രാജ്യത്തുടനീളം സമരം ശക്തമായി തുടരുകയും ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് ജീവനക്കാർ നടത്തിയ ഐതിഹാസിക സമരത്തെ തുടർന്ന് ജസ്റ്റിസ് KT ദേശായിയെ കേന്ദ്ര വ്യവസായ ട്രൈബ്യൂണൽ ചെയർമാനായി 1960 മാർച്ച് 21 സർക്കാർ തീരുമാനമെടുത്തു. അതിനെ തുടർന്ന് 1960 മാർച്ച് 24 അർദ്ധരാത്രി സമരം പിൻവലിച്ചു. 1964 ഡിസംബർ ആധുനികവൽക്കരണത്തിന്റെ ചുവടുപിടിച്ചുകൊണ്ട് ബാങ്ക് അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച ഡാറ്റ പ്രോസസ്സിംഗ് മെഷീനുകൾക്കെതിരായി സംഘടന ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. പരിധിയിൽ കവിഞ്ഞുള്ള വിദേശ നിക്ഷേപം രാജ്യത്തിന്റെ ഗതിവിഗതികളെ തകിടമറിക്കുമെന്നും അതുവഴി രാജ്യം കൂടുതൽ അപകടത്തിലേക്ക് പോവുമോ എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സംഘടന ഈ തീരുമാനത്തിലേക്ക് നീങ്ങിയത്. സംഘടനയുടെ മറ്റൊരു ചരിത്രപരമായ നീക്കം നടന്നത് 1968 ഫെബ്രുവരി 28 പാർലമെന്റിൽ അവതരിപ്പിച്ച സോഷ്യൽ കൺട്രോൾ ബില്ലിനെതിരെ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനുമായി കൈകോർത്തുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഫെഡറേഷൻ എംപ്ലോയീസ് രാജ്യവ്യാപകമായി പ്രതിഷേധ സമരം നടത്തി. രാജ്യം സ്വാതന്ത്ര്യം നേടിയതു മുതൽ കുത്തക മൂലധനത്തിന്റെ വളർച്ച തടയുന്നതിനും വായ്പകളുടെ തുല്യമായ വിതരണം ഉറപ്പാക്കുന്നതിനും സ്വകാര്യ ബാങ്കുകളുടെ ദേശസാൽക്കരണം ബാങ്ക് ജീവനക്കാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു.
ഒടുവിൽ 1969 സോഷ്യലിസത്തിലേക്കുള്ള ചലനാത്മകമായ ചുവടുവെപ്പ് എന്ന നിലയിൽ രാജ്യത്തെ 14 പ്രധാന സ്വകാര്യ ബാങ്കുകളെ ദേശസാൽക്കരിക്കാൻ അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. ഇതേ കാലയളവിൽ സമാന ചിന്താഗതിയിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഇതര ബാങ്കുകളിലെ തൊഴിലാളി സംഘടനകളുമായി ചേർന്ന് ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് ഫെഡറേഷൻ ദേശീയ തലത്തിൽ ഒരു പൊതു സംഘടനാ രൂപീകരണത്തിനായുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടു. അതിന്റെ ഫലമായി 1970 നാഷണൽ യൂണിയൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് പിറവിയെടുത്തു. അടിയന്തരാവസ്ഥ കാലത്തെ അടിച്ചമർത്തലിനും സംഘടിക്കുക എന്ന തൊഴിലാളിയുടെ ആശയത്തിന് മങ്ങലേൽപ്പിക്കുവാൻ സാധിച്ചില്ല. 1979 അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം നാഷണൽ യൂണിയൻ ഓഫ് ബാങ്ക് എംപ്ലോയീസിലെ ഘടക സംഘടനകൾ ഒത്തുചേർന്നുകൊണ്ട് NCBE നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് എന്ന ശക്തമായ അരാഷ്ട്രീയ സ്വഭാവമുള്ള ദേശീയ സംഘടനയ്ക്ക് രൂപം നൽകി. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസിലെ ശക്തിയായി നമ്മുടെ സ്വന്തം ഫെഡറേഷൻ തല ഉയർത്തിപ്പിടിച്ചു നിന്നു. മൂന്നാമത്തെ ബൈപാർട്ടൈറ്റ് സെറ്റിൽമെന്റ് മുതൽ അതിന്റെ ഭാഗമായിക്കൊണ്ട് NCBE എന്ന സംഘടന വീണ്ടും വളർന്നു. ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് ഫെഡറേഷന്റെ ചരിത്രത്തിൽ പ്രധാന നാഴികക്കല്ലായിരുന്നു 1991 സംഭവിച്ചത്. ഫെഡറേഷനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജ്മെന്റും ഒപ്പിട്ട കരാർ പ്രകാരം ഏതാണ്ട് 9,000-ഓളം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ സാധിച്ചു. 1992 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിൽ ഈ പ്രക്രിയ ഇന്ത്യ ഒട്ടാകെ നടപ്പിലാക്കി. 1993 NCBEയുടെ നേതൃത്വത്തിൽ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളിലെയും ഇൻഷുറൻസ് മേഖലയിലെയും സംഘടനകളെ ചേർത്ത് ഒരു സംയുക്ത പ്രവർത്തന സമിതിക്ക് രൂപം കൊടുത്തു. 1995 NCBE, AIBEA, BEFI, INBEF എന്നിങ്ങനെ 98% വരുന്ന പൊതുമേഖലാ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെയും കൂട്ടായ്മയിൽ സംയുക്ത സമരസമിതിക്ക് രൂപം കൊടുത്തു. 1997 ഇന്ത്യയിലെ ബാങ്കിംഗ് തൊഴിലാളികളുടെ സംഘടനയുടെ ചരിത്ര നിമിഷത്തിലേക്ക് വഴി തുറന്നു. AIBEA, AIBOC, NCBE, AIBOA, BEFI, INBEF, INBOC, NOBW, NOBO എന്നിവരെ ഒരു കുടക്കീഴിൽ അണിനിർത്തിക്കൊണ്ട് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ഉദയം കൊണ്ടു. മാനേജർ മുതൽ മെസഞ്ചർ വരെയുള്ളവരുടെ മാത്രമല്ല, ബാങ്കിംഗ് രംഗത്തെ പല പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ കേൾപ്പുള്ള ഒരു സംഘടനയായി UFBU വളർന്നു. 2006 ഏപ്രിൽ 3 പെൻഷൻ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരം ഇന്ത്യ ഒട്ടാകെ സ്തംഭിപ്പിച്ച ആ സമരം ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് ഫെഡറേഷനും ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഫീസേഴ്സ് ഫെഡറേഷനും കൈകോർത്താണ് നടത്തിയത്. ഏപ്രിൽ 10 വരെ നീണ്ടുനിന്ന സമരം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലോടെയാണ് അതിന് വിരാമമുണ്ടായത്. ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ സംഘടനകളെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചത് അന്ന് ശ്രദ്ധേയമായിരുന്നു. ഐക്യത്തിലൂടെ നമ്മൾ നേടിയെടുത്ത ആനുകൂല്യങ്ങളിൽ ചിലത്: ഓഫീസേഴ്സിന്റെയും സ്റ്റാഫുകളുടെയും പെൻഷന്റെ പുനരവലോകനം, കൺവേയൻസ്, ന്യൂസ് പേപ്പർ, എന്റർടൈൻമെന്റ് ബ്രീഫ് കേസ് എന്നീ ആനുകൂല്യങ്ങൾ, കരിയർ പ്രോഗ്രഷൻ സ്കീം, മർജറിന് പിന്നോടിയായി പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലുള്ളവരെ സ്ഥിരം ജീവനക്കാരാക്കി, കമ്പാഷനേറ്റ് നിയമനം വീണ്ടും നേടിയെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അസോസിയേറ്റ് ബാങ്കുകളടക്കം വിവിധ ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചിട്ടുണ്ട്. പല കാലങ്ങളിൽ പല കാരണങ്ങളാലാണ് ഈ ലയനങ്ങൾ നടന്നത്. അക്കൂട്ടത്തിൽ നിരവധി സ്വകാര്യ ബാങ്കുകളും ഉണ്ടായിരുന്നു. കേരളത്തിലെ ബാങ്ക് ഓഫ് കൊച്ചിൻ ഒരു ഉദാഹരണമാണ്. ഈ ബാങ്കുകൾ ലയിക്കുമ്പോൾ അതാത് ബാങ്കുകളിലെ ജീവനക്കാർക്ക് SBIയിലെ ജീവനക്കാരുടെ അതേ അവകാശങ്ങൾ യാതൊരു കുറവുമില്ലാതെ ഉടനടി കൊടുക്കണമെന്ന കാര്യത്തിൽ ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് ഫെഡറേഷന് നിർബന്ധ ബുദ്ധി തന്നെ ഉണ്ടായിരുന്നു. ഇക്കാര്യം നമ്മുടെ ഫെഡറേഷന്റെ തുല്യതാബോധവും വിശാല ചിന്താഗതിയുമാണ് തെളിയിക്കുന്നത്. അത് അപ്രകാരം എല്ലാ കാലത്തും നടക്കുകയും ചെയ്തു. വിഭാഗീയതയ്ക്കും വിവേചനത്തിനും നമ്മൾ എന്നും എതിരായിരുന്നു. ഇത് ബോധ്യപ്പെട്ടാണ് എല്ലാ ജീവനക്കാരും ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് ഫെഡറേഷനിൽ സന്തോഷപൂർവ്വം അണിനിരന്നിരിക്കുന്നത്. ഒന്നിനൊന്നു ചേർന്നു നാം കരം കൊരുത്തു നീങ്ങവേ, നവവിദൂര വീഥികൾ തെളിഞ്ഞിടുന്നു ഒന്നിനൊന്നു ചേർന്നു നാം കരം കൊരുത്തു നീങ്ങവേ, നവവിദൂര വീഥികൾ തെളിഞ്ഞിടുന്നു മുൻപിലായി. വാനിലുള്ള താരകങ്ങൾ തീക്ഷ്ണമായിടുന്നുവോ, ഉള്ളിലുള്ള തീക്കനൽ പ്രതീക്ഷയായിടുന്നുവോ, പ്രതീക്ഷയായിടുന്നുവോ. സമരമെന്ന വഴിയിലൂടെ നേടി നമ്മൾ കനവുകൾ, പ്രഹരമായിരം പകർന്ന
ശക്തിയാണു കൈമുതൽ, ശക്തിയാണു കൈമുതൽ, ശക്തിയാണ് കൈമുതൽ, ശക്തിയാണ് കൈമുതൽ. ഇനിയും എത്ര കാതമുണ്ടു നാം നടന്നു തീർക്കുവാൻ, വഴിയിലെത്രയുണ്ട നീതി നേരുകൊണ്ടെതിർക്കുവാൻ, വഴിയിലെത്രയുണ്ട നീതി നേരുകൊണ്ടെതിർക്കുവാൻ, വഴിയിലെത്രയുണ്ട നീതി നേരുകൊണ്ടെതിർക്കുവാൻ, 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 നേരുകൊണ്ടെതിർക്കുവാൻ. ഇതുപോലെ ഇന്ന് നമ്മൾ കാണുന്ന, നമുക്ക് ലഭിക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളുടെയും പിന്നിൽ യാതനകളുടെയും പോരാട്ടങ്ങളുടെയും ചരിത്രം തുളുമ്പുന്ന ശക്തമായ ഒരു സംഘടനയുടെ ചെറുത്തുനിൽപ്പും പിൻബലവും ഉള്ളതുകൊണ്ടാണ്. തോൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം നട്ടെല്ലുള്ള ഒരു സംഘടനയുണ്ട് ഞങ്ങൾക്ക് കരുത്തേകാൻ, ഞങ്ങൾക്ക് നെഞ്ചു പിരിച്ചു നിൽക്കാൻ. നമ്മളാണ് കരുത്ത്, കരുത്താണ് സംഘടന. ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് ഫെഡറേഷൻ സിന്ദാബാദ്.